ഹലോ പ്ലസ് ടു കൊമേഴ്സ് ഫാമിലി. അപ്പോൾ നിങ്ങളുടെ ക്രിസ്മസ് എക്സാമിൻ്റെ ടൈം ടേബിളും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ടായിരിക്കും. ആസ് യു ഓൾ നോ, നമ്മുടെ എക്സാം സ്റ്റാർട്ട് ചെയ്യുന്ന 15th ഡിസംബറിനാണ്. ഓക്കെ, എപ്പോഴാണ്? 15-ാം തീയതി, ഡിസംബർ 15-ാം തീയതിയാണ് നിങ്ങളുടെ എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം, ഇനി വളരെ കുറച്ച് സമയങ്ങൾ മാത്രമേ നിങ്ങളുടെ കൺമുൻപിലുള്ളൂ. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഇമ്പോർട്ടൻസ്, ക്രിസ്മസ് എക്സാമിൻ്റേതായിട്ടുള്ള ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക. കാരണം നമുക്കറിയാം എന്താണ്, ഓണം എക്സാമിൻ്റെ പോർഷൻസും നമ്മളിവിടെ പഠിക്കുന്നുണ്ട്. ഓക്കെ, ഓണം എക്സാമിൻ്റെ പോർഷൻസ് എന്നുള്ള ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് ക്രിസ്മസ് എക്സാമിന് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, എന്തായാലും അതിൽ നിന്ന് ആ ഒരു പോർഷൻസിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കും. അപ്പം അത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് ആ ഒരു ക്രിസ്മസ് എക്സാമിന് നിങ്ങൾ അറ്റൻഡ് ചെയ്യുക. കാരണം നിങ്ങളുടെ ഫൈനൽ എക്സാം വരുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഇമ്പ്രൂവ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. അപ്പോൾ ഫൈനൽ എക്സാം വരുമ്പോൾ എന്താണ്, നിങ്ങൾക്ക് കുറച്ചുകൂടെ എന്താണ് സിമ്പിൾ ആയിരിക്കും. കാരണം എന്താണ്, ക്രിസ്മസ് എക്സാമിൻ്റെ പോർഷൻസും അതേപോലെ ഓണം എക്സാമിൻ്റെ പോർഷൻസും നിങ്ങൾ ഓൾറെഡി പഠിച്ച് വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇനി ബാക്കിയും കൂടെ പഠിച്ചാൽ മതി. ജസ്റ്റ് അതൊന്ന് റിവൈസ് ചെയ്താൽ മാത്രം മതി. അപ്പോൾ എന്താ, ക്രിസ്മസ് എക്സാമിന് അതിൻ്റേതായിട്ടുള്ള ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഇതിൻ്റെ മാർക്സ് എവിടെയും വരത്തില്ലെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ എന്തിലും എന്താണ്, നിങ്ങൾക്ക് വേണ്ടി നിങ്ങളിത് പഠിക്കുക. ഓക്കെ, യെസ്. അപ്പം ഇന്നത്തെ ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എക്കണോമിക്സ് എക്സാമിൻ്റെ കാര്യങ്ങൾ പറയാനായിട്ടാണ്. എക്കണോമിക്സ് നിങ്ങൾക്ക് അറിയണ പോലെ തന്നെ എന്താണ്, നമുക്ക് മൈക്രോ എക്കണോമിക്സും ഉണ്ട്, മാക്രോ എക്കണോമിക്സും ഉണ്ട്. അപ്പം അതിൽ ഏത് ചാപ്റ്ററിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്, ഏത് ചാപ്റ്ററിൽ നിന്നാണ് എസ്സേ ക്വസ്റ്റൻസും കാര്യങ്ങളൊക്കെ ചോദിക്കുന്നത്, ഓരോ ചാപ്റ്ററിൻ്റെ വെയിറ്റേജ് എത്രയാണെന്നൊക്കെ പറയാനായിട്ടാണ് വന്നേക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് അറിയണ പോലെ തന്നെ എന്താണ്, നമ്മുടെ ക്രിസ്മസ് എക്സാമിന് എക്കണോമിക്സ് വരുന്നത് എപ്പോഴാണ്? 23rd ഡിസംബറിനാണ്. 23rd ഡിസംബറിനാണ് നമ്മുടെ എക്കണോമിക്സ് എക്സാം വരുന്നത്. ഓക്കെ, എക്കണോമിക്സ് എക്സാം വരുന്നത് എപ്പോഴാണ്? 23rd ഡിസംബറിലാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ നോക്കുവാണെങ്കിൽ നമുക്ക് മൊത്തത്തിൽ എത്രയാണ്? 9 ചാപ്റ്റേഴ്സ് ആണ് എക്കണോമിക്സിനുള്ളത്. ഓക്കെ, 9 ചാപ്റ്റേഴ്സ് ആണ് നമുക്ക് എക്കണോമിക്സിന് ക്രിസ്മസ് എക്സാമിനായിട്ടുള്ളത്. ഓക്കെ, നമ്മുടെ ഓണം എക്സാമിൻ്റെ ചാപ്റ്റേഴ്സും ഉണ്ട്, അതേപോലെ ക്രിസ്മസ് എക്സാമിൻ്റെ പോർഷൻസും കൂടെ കൂടിയിട്ട് മൊത്തം 9 ചാപ്റ്റേഴ്സ് ആണ് എക്കണോമിക്സിന് നിങ്ങൾക്ക് പഠിക്കാനായിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോ ചാപ്റ്ററിൻ്റെയും വെയിറ്റേജും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. ഓക്കെ, യെസ്. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ ഇൻട്രൊഡക്ഷൻ ടു മൈക്രോ എക്കണോമിക്സ്, ആ ഒരു ചാപ്റ്റർ നോക്കുകയാണെങ്കിൽ എന്താണ്, 4 മാർക്സിന് വെയിറ്റേജ് ഉള്ള ഒരു ചാപ്റ്ററാണ്. അപ്പം ഒരു ചെറിയ ചാപ്റ്ററാണ്. അതിന് നമ്മുടെ മാക്രോ ഡിഫറൻസും കാര്യങ്ങളൊക്കെ ആ ഒരു ചാപ്റ്റർ നിങ്ങൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്ത് പഠിക്കും. ഓക്കെ, ആൻഡ് അടുത്ത ചാപ്റ്ററാണ് എന്ത്, തിയറി ഓഫ് കൺസ്യൂമർ ബിഹേവിയർ. 12 മാർക്സിന് വെയിറ്റേജ് ഉള്ള ചാപ്റ്ററാണ്. നമ്മുടെ എന്താണ്, ഇത് ഫൈനൽ എക്സാമിൻ്റെ വെയിറ്റേജും കാര്യങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. ആൻഡ് എന്താണ്, ക്രിസ്മസ് എക്സാമിന് വരുമ്പോൾ കൂടുതലായിട്ടും നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് ക്രിസ്മസ് എക്സാമിൻ്റെ പോർഷൻസ് നിങ്ങൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുക. ഓണം എക്സാമിൻ്റെ ഫോക്കസ് ചെയ്യേണ്ടെന്നല്ല, പക്ഷേ ഇത്രയുള്ള മാർക്ക് 12 മാർക്സ് ഒന്നും ചോദിക്കത്തില്ല. പക്ഷെ എന്നാലും എന്താണ്, ഈ തിയറി ഓഫ് കൺസ്യൂമർ ബിഹേവിയർ എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററാണ്. ഓക്കെ, ആൻഡ് അടുത്ത ചാപ്റ്ററാണ് മൈക്രോ എക്കണോമിക്സിൻ്റെ 3rd ചാപ്റ്ററാണ് പ്രൊഡക്ഷൻ ആൻഡ് കോസ്റ്റ്. 8 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ ആ ഒരു ചാപ്റ്ററിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ 3 ചാപ്റ്റേഴ്സ് ആയിരുന്നു എന്തെന്ന് പറയുന്നത് നമ്മുടെ ഓണം എക്സാമിൻ്റെ ചാപ്റ്റേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഓണം എക്സാമിൻ്റെ ചാപ്റ്റേഴ്സ് ആയിരുന്നു ഈ 3 എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് തിയറി ഓഫ് കൺസ്യൂമർ ബിഹേവിയറിനും അതേപോലെ പ്രൊഡക്ഷൻ ആൻഡ് കോസ്റ്റിനാണ് നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. ഓക്കെ, ആൻഡ് അടുത്ത നമ്മൾ നോക്കുകയാണെങ്കിൽ എന്താണ്, നമ്മുടെ ക്രിസ്മസ് എക്സാമിൻ്റെ പോർഷൻസ് ആണ് നമ്മളിനി നോക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, ഇതാണ് നമ്മുടെ ക്രിസ്മസ് എക്സാമിൻ്റെ പോർഷൻസ് എന്ന് പറയുന്നത്. അത് നമ്മൾ എന്താണ്, ഫസ്റ്റ് ചാപ്റ്റർ മൈക്രോ എക്കണോമിക്സിൻ്റെ 4th ചാപ്റ്ററാണ് തിയറി ഓഫ് ഫേം അണ്ടർ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ. 8 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ആ ഒരു ചാപ്റ്ററിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആണ്. 10 മാർക്സാണ് വെയിറ്റേജ് ഇവിടെ കൊടുത്തേക്കുന്നത്. ആൻഡ് അടുത്ത ചാപ്റ്ററാണ് എന്ത്, മാർക്കറ്റ് ഇക്വിലിബ്രിയം. യെസ്, അതും ഇമ്പോർട്ടൻ്റ് ആണ്. 6 മാർക്സിനുള്ള വെയിറ്റേജ് ആണുള്ളത്. പക്ഷേ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ 6 മാർക്സിൻ്റെ വെയിറ്റേജ് എവിടെയാണ്? ഫൈനൽ എക്സാമിനാണ്. ഓണം എക്സാം നമ്മുടെ ക്രിസ്മസ് എക്സാമിന് വരുമ്പോൾ എന്താണ്, കുറച്ചുകൂടെ മാർക്സ് അതിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, ആൻഡ് എന്താണ്, നമ്മുടെ മൈക്രോ എക്കണോമിക്സ് അവിടെ കഴിഞ്ഞു. 5 ചാപ്റ്റേഴ്സാണ് മൈക്രോ എക്കണോമിക്സ് ഉള്ളത്. അത് കംപ്ലീറ്റ് നമ്മൾ കവറപ്പ് ചെയ്തു. ഇനി എന്താണ്, മാക്രോ എക്കണോമിക്സ് ആണുള്ളത്. ഓക്കെ, ഇൻട്രൊഡക്ഷൻ ടു മാക്രോ എക്കണോമിക്സ് ചെറിയ ചാപ്റ്ററാണ്. 3 മാർക്സുള്ള ക്വസ്റ്റൻ എക്സ്പെക്ട് ചെയ്താൽ മാത്രം മതി. പിന്നെന്താണ്, യെസ്, അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററാണ് നാഷണൽ ഇൻകം അക്കൗണ്ടിങ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററാണ്. 12 മാർക്സ് വെയിറ്റേജ് ഉള്ള ചാപ്റ്ററാണ്. വളരെ 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 ഇമ്പോർട്ടൻറ്റ് എസ്സേ ക്വസ്റ്റൻ ചോദിക്കുന്ന ചാപ്റ്ററാണ്. ഓക്കെ, ആൻഡ് അടുത്ത ചാപ്റ്ററാണ് എന്താ, മണി ആൻഡ് ബാങ്കിങ് എന്ന് പറയുന്നത്. ഇതും ഇമ്പോർട്ടൻ്റ് ആണ്. 6 മാർക്സ് വെയിറ്റേജ് ഉള്ള ചാപ്റ്ററാണ്. ആൻഡ് മൈക്രോ എക്കണോമിക്സിൻ്റെ 4th ചാപ്റ്ററാണ് ഇൻകം ഡിറ്റർമിനേഷൻ. ഇതും ഇമ്പോർട്ടൻ്റ് ആണ്. 7 മാർക്സുള്ള ക്വസ്റ്റൻ ആണെങ്കിൽ നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ചോദിക്കാൻ പോകുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ എന്താണ്, നമുക്ക് 3 ചാപ്റ്റേഴ്സ് ആയിരുന്നു ഓണം എക്സാമിനുള്ളത്. ബാക്കി എത്രയാണ്? ബാക്കി 6 ചാപ്റ്റേഴ്സാണ് ക്രിസ്മസ് എക്സാമിന് നമ്മുടെ പോർഷൻസ്. അപ്പോൾ ടോട്ടൽ നമുക്ക് എത്രയാണ്? 12 ചാപ്റ്റേഴ്സാണ് ക്രിസ്മസ് എക്സാമിനായിട്ട് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ എസ്സേ ക്വസ്റ്റൻ നിങ്ങൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോക്കി, നമ്മുടെ തിയറി ഓഫ് ഫേം അണ്ടർ പെർഫെക്റ്റ് കോമ്പറ്റീഷനിലെ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ അണ്ടർ ഷോർട്ട് റൺ എക്വിലിബ്രിയം. ഓക്കെ, ആ ഒരു പോർഷൻ നിങ്ങൾ നന്നായിട്ട് ഫോക്കസ് ചെയ്യുക. അതേപോലെ എന്താണ്, ഫീച്ചേഴ്സ് ഓഫ് പെർഫെക്റ്റ് കോമ്പറ്റേറ്റീവ് മാർക്കറ്റ്, അതും നിങ്ങൾ നന്നായിട്ട് ഫോക്കസ് ചെയ്യുക. പിന്നെ എന്താണ്, നാഷണൽ ഇൻകം അക്കൗണ്ടിങ്ങിലെ മെത്തേഡ്സ് ഓഫ് നാഷണൽ ഇൻകം അക്കൗണ്ടിങ് ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ മണി ആൻഡ് ബാങ്കിങ്ങിലെ സെൻട്രൽ ബാങ്ക് ഫംഗ്ഷൻസ് അല്ലെങ്കിൽ എന്താണ് കമേഴ്ഷ്യൽ ബാങ്ക് ഫംഗ്ഷൻസ് ചോദിക്കാം. അത് എ പാർട്ടായിട്ട് ചോദിച്ചിട്ട് ബി പാർട്ടിൽ എന്താണ് മണി സപ്ലൈ ടൂൾസ് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. പിന്നെ എന്താണ്, മാർക്കറ്റ് ഇക്വിലിബ്രിയം എന്ന ചാപ്റ്ററിലെ ഷിഫ്റ്റ് ഇൻ ഡിമാൻഡ് ആൻഡ് സപ്ലൈ, നമ്മൾ കുറേ ഗ്രാഫും കാര്യങ്ങളൊക്കെ പഠിച്ചില്ല. ഷിഫ്റ്റ് ഇൻ ഡിമാൻഡ്, ഷിഫ്റ്റ് ഇൻ സപ്ലൈ, അതേപോലെ എന്താണ് ഷിഫ്റ്റ് ഇൻ ബോത്ത് ഡിമാൻഡ് ആൻഡ് സപ്ലൈ, എന്നുള്ള ഒരുപാട് ഗ്രാഫ് നമ്മൾ പഠിച്ചിരുന്നു. അതും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ എസ്സേ ക്വസ്റ്റിന് മെയിനായിട്ട് ഫോക്കസ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പം ഇനിയും പഠിക്കാത്ത കുഞ്ഞുങ്ങൾ വേഗം പഠിച്ചു
തുടങ്ങിക്കൊള്ളുക. ഞാൻ പറഞ്ഞ ചാപ്റ്റേഴ്സിനൊക്കെ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക. ഓക്കെ, ആൻഡ് എസ്സേ ക്വസ്റ്റ്യനൊക്കെ നമുക്ക് മെയിൻലി ഈ ഒരു പോർഷനിൽ നിന്നാണ് എക്സ്പെക്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. നിങ്ങൾ പഴയ ഒരു 3 to 4 ഇയേഴ്സിലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും കാര്യങ്ങളും ഒന്ന് റെഫർ ചെയ്യുക. എന്താണ് ക്രിസ്മസ് എക്സാമിൻ്റെ. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും ഏതൊക്കെ ചാപ്റ്റേഴ്സിൽ നിന്ന് എങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്, ഒരു ഐഡിയ കിട്ടും. ഓക്കെ, നമ്മുടെ HSS ലൈവിൽ നിങ്ങൾക്ക് അതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ കിട്ടുന്നതാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് റെഫർ ചെയ്യുക ആൻഡ് നന്നായിട്ട് എക്സാം എഴുതാൻ പറ്റും. ഓൾ ദി വെരി ബെസ്റ്റ്.